അപ്പൊ ഇതൊരു വീക്കെൻഡ് വ്ലോഗാണ് കേട്ടോ. വീക്കെൻഡിൽ എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏട്ടനും മോനും ആ ദിവസങ്ങളിലേ ഇവിടെ ഉള്ളൂ. അല്ലാത്ത ദിവസം ഞാൻ മാത്രം നിന്ന് വ്ലോഗ് എടുക്കേണ്ടി വരും. ഇവർ രണ്ടുപേരും രാവിലെ പോകുമല്ലോ. അപ്പൊ ഇന്ന് എന്ന് വെച്ചാൽ എക്സാം ടൈം ആയതുകൊണ്ട് മോനെ പഠിപ്പിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങളെ കാണിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ വായോ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ വർക്ക് ഏരിയയിലാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത്. അപ്പൊ അതൊക്കെ തിരിച്ച് ആ സ്ഥാനത്ത് ഏതൊക്കെ പാത്രങ്ങൾ എവിടൊക്കെയാണ് വെക്കേണ്ടത് അവിടെ ഞാൻ തിരിച്ചെടുത്തു. അതിനുശേഷം ചായ ഇടും. രാവിലെ എണീച്ച് അവർ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ദിവസം വരും. ചായയുടെ മെയിൻ ആള് താണ്ട, ഇതാണ് ചായയുടെ മെയിൻ ആള്. എപ്പോ ചായ കൊടുത്താലും കുടിച്ചോളൂ. എത്ര ചായ വേണമെങ്കിലും കുടിച്ചോളൂ. അല്ലേ ഏട്ടാ? ചായ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് രാവിലെ ചായ വേണമെന്നില്ല കേട്ടോ. ഇങ്ങനെ എപ്പോഴും ചായ വേണമെന്നൊന്നുമില്ല. ഏട്ടനോട് കൂടിയിട്ടാണ്. ഏട്ടൻ ഓഫീസിൽ നിന്ന് ലേറ്റ് ആയിട്ടാ വരുന്നെങ്കിൽ ഞാൻ വൈകുന്നേരം ചായ ഒന്നും കുടിക്കില്ല. പക്ഷെ ഇതാണ്ട് ഫുൾ ടൈം ചായ കൊടുത്താലും കുടിച്ചോളൂ. മോൻ ദാണ്ട് എഴുന്നേറ്റ് വരും ഇപ്പോ. അപ്പൊ അപ്പോഴത്തേക്ക് പാല് കാഴ്ച വെക്കാൻ വിളിക്കാൻ വേണ്ടി ഏട്ടൻ പോയിട്ടുണ്ട്. അങ്ങനെ പോയി വിളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് പാല് കാഴ്ച വെക്കാം. അതിനുശേഷം മോന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ചെസ് ക്ലാസ് ഉണ്ട്. ഗുഡ് മോർണിംഗ് അമിത്. എണീറ്റ് നേരെ പോലെ എങ്ങോട്ടാന്നറിയാമോ? വന്ന് കഴിഞ്ഞാൽ സോഫയിലാണ് സാധാരണ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കാരണം വെളിയിൽ പോയി. ഇല്ല അമിത്, എടാ എന്താണ് കേട്ടോക്ക്. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലെറ്റ്. പിന്നെ ഞാൻ ഇപ്പൊ തന്നെ ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങും കൂടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. എനിക്ക് കിച്ചണിൽ ഈ ചൂട് സമയത്ത് ഒരുപാട് നേരം നിന്ന് ചെയ്യാൻ വയ്യ. അപ്പൊ രാവിലെ തന്നെ പെട്ടെന്ന് അതും ആക്കി. ഏട്ടൻ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പൊ ബീഫും റെഡിയാക്കി എല്ലാം പെട്ടെന്ന് ജോലി എടുക്കണം. പിന്നെ മോനെ ഇരുത്തി പഠിപ്പിക്കുകയും വേണം. കിട്ടിയാ? എന്തോ മുട്ടയാ? അപ്പൊ ബ്രെഡ് ഓംലെറ്റ് പെട്ടെന്നാക്കാം. മോനിപ്പോ രാവിലെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് മോനുള്ള ബ്രെഡ് ഓംലെറ്റ് ആക്കാം. അതിന് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് മുട്ട, ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്ത് പാല്, പിന്നെ കുറച്ച് ഉപ്പ്, ശകലം ഉപ്പിടുക. പിന്നെ കുരുമുളക് പൊടി. ഉച്ചക്കത്തേക്കുള്ള പരിപ്പിനുള്ളത് ചൗച്ചവും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാബേജ്, ഇത് എഗ് ഓംലെറ്റിലുള്ള സാധനങ്ങൾ അതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ട് ബീഫ് മേടിച്ചിട്ട് വന്നു. അത് നാരങ്ങ നീരും ഇട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പിനുള്ള പരിപ്പ്, സാമ്പാർ പരിപ്പ്, തൂരപ്പരിപ്പ് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല മോന് കൊടുക്കുന്നോണ്ട് ഞാൻ കുറച്ചും കൂടെ, അവന് ഗീ ഇഷ്ടമാണ്. അപ്പൊ ഗീ നന്നായിട്ട് ചേർക്കും.
അമ്മേ വന്നെടുത്തു. ഇഷ്ടാണോ? പെട്ടെന്ന് കഴിച്ചു കേട്ടോ, ക്ലാസ് ഉണ്ട്. അതിന് പെട്ടെന്ന് കഴിച്ചോ. ഏട്ടനുള്ളത് റെഡി ആയിട്ടുണ്ട്. വായോ കഴിക്കാൻ വാ. എങ്ങനെയുണ്ട് മോന? നേരെ ഇന്ന് കഴിക്കൂ. കഴിച്ചു കഴിഞ്ഞേട്ടാ. ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആയത് കാരണം ഇപ്പൊ ഫോണിനകത്താണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ കണ്ണിന് കംപ്ലൈന്റ് ആവും. കണ്ണിന് പ്രശ്നമാണ്. കുറെ നേരം ഫോൺ നോക്കിക്കൊണ്ടിരുന്ന. ഇപ്പോൾ ചൗച്ചവും പരിപ്പും കൂടി ഇട്ട് കറി വെക്കണമല്ലോ. അപ്പൊ അതിന്റെ ഞാൻ തുവരപ്പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ചൗച്ചവും തക്കാളി, പച്ചമുളക്, ഒരു 2-3 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കും. വെള്ളവും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിക്കും. മോന്റെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഉച്ചക്കത്തുള്ള ഫുഡ് കുക്കിംഗ് കഴിയണം. അപ്പൊ അവനെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. ഈ ക്യാബേജ് തോരനും ഫിഷ് ഫ്രൈക്ക് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ അത് രണ്ടും ഉണ്ട്. ഇതും പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആക്കണം. ഇന്നത്തെ ആവശ്യത്തിനുള്ള കറിവേപ്പില നമ്മൾ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇന്നത്തേക്ക് എടുക്കാം. ബീഫിന് വേണം, പരിപ്പ് കറിക്കും, പിന്നെ ക്യാബേജ് തോരനും. ഓക്കെ, അപ്പോൾ കടുകിട്ടു. ക്യാബേജിന് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാബേജ് തോരന് ക്യാബേജ്, ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കടുക് പൊട്ടുമ്പോ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് എടുക്കാം. അടുത്തത് മീൻ പൊരിക്കാനായിട്ട് വെക്കുവാണ് കേട്ടോ. ഫിഷ് ഫ്രൈ വെക്കുവാണ്. ഇന്നലെ ഞാൻ മസാല വെച്ച് വെച്ചതാണ്. ഒരു 3-4 പീസേ ഉള്ളൂ. ക്ലിയറാണ് കേട്ടോ. ഇത് ഞാനിപ്പോ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ഇതിനകത്ത് തേങ്ങ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുറച്ച് ഇങ്ങനെ വെച്ച് വേവിക്കുന്നത്. അതിൻ്റെ കൂടെ വേണ്ട ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ബീഫ് ക്ലീൻ ചെയ്യാണ്. കണ്ടോ, ഇത് നാരങ്ങ ഒഴിച്ചിട്ടപ്പോഴത്തേക്ക് നല്ല ബ്ലഡ് ഒക്കെ പോയിട്ട് അതിന്റെ കളറൊക്കെ മാറി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി ക്ലീൻ ചെയ്തെടുക്കാം. ബീഫ് ഇതിനകത്തോട്ട് ഇടുവാണ് കുക്കറിലേക്ക്. ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ശകലം മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഒരുപാടായ നമ്മള് പിന്നെ അത് ഗ്രേവി ആയിട്ട് പോകും. ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് വെക്കുക. ഒരു 5 വിസിൽ വരെ ഞാൻ കേട്ടിട്ട്
വെന്തോന്ന് നോക്കും. അതിനുശേഷം വീണ്ടും ഇപ്പൊ ഇത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ക്യാബേജ് തോരനായിട്ടുണ്ട്, ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി പരിപ്പ് ഒന്ന് താളിച്ചെടുക്കണം. അതും കൂടെ ആയി, പിന്നെ ബീഫും കൂടെ ആയ എന്റെ പണി കഴിയും. ബീഫിന് വേണ്ടത് സവാള, പച്ചമുളക് അതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞത്, ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയിടും. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി തക്കാളിയും കൂടി ഇട്ടു കൊടുക്കും. വെന്തിട്ടുണ്ട്. ഞാൻ മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതെല്ലാം മസാലപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. മീറ്റ് മസാലയും എല്ലാം ആക്കിയിട്ടുണ്ട്. കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് ഈ വേവിച്ച് വെച്ച ബീഫ് പരിപ്പ് കറി ആയിട്ടുണ്ട്. ക്യാബേജ് തോരൻ ഉണ്ട്, ബീഫും ആയിട്ടുണ്ട്. ഏകദേശം ജസ്റ്റിന് കുറച്ച് നേരം അടച്ചു വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കും ഞാൻ. അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബീഫ് കറി റെഡി. ഇപ്പൊ ജോലിയെല്ലാം കഴിഞ്ഞു. ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തറയും കൂടെ ഇട്ടാല് കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ വർക്ക് ഏരിയയിൽ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടുവെള്ളരി ജ്യൂസ് അടിക്കാനായിട്ട് ഞാൻ പൊട്ടുവെള്ളരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജ്യൂസ് അടിക്കണം. ഞാൻ ജോലി കഴിഞ്ഞ് വന്നിരുന്നു. അമിതാണ്ട് പഠിക്കാനിരിക്കുകയാണ്. കുളിച്ചു കഴിഞ്ഞ അമീൻ? ഫുഡ് കഴിക്കാനിരുന്നു. ഞങ്ങളെനിക്കിപ്പോ കഴിക്കണം. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ അത് ചെയ്തു. ഏട്ടാ എന്തോ നോക്കുന്നത്? ഫേസ്ബുക്കാ? വാ കഴിക്കാം. അപ്പൊ കഴിക്കാൻ പോവാണ്. എപ്പൊ കഴിക്കാൻ ഇരുന്നറിയാമോ മോൻ? അപ്പൊ എന്താണ്, ഫുഡൊക്കെ കഴിച്ചു, ക്ലീൻ ചെയ്തു, അങ്ങനെ ഇരിക്കുകയാണ്. പുറത്ത് നല്ല ചൂടുണ്ട്, നല്ല വെയിൽ കേട്ടോ. ചൂട് ഇവിടെ ഉണ്ട്, പക്ഷെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വെയിലുണ്ട്. ഇപ്പൊ മാർച്ച് ആയിട്ടേ ഉള്ളൂ. ഇനി ഏപ്രിൽ, മെയ് അപ്പൊ വരെ നല്ല ചൂട്. മെയ് ലാസ്റ്റ് ഒക്കെ ആവുമല്ലോ മഴ പെയ്യാൻ. നല്ല ചൂടുണ്ട്. ഞാൻ പറയുന്ന രീതിയിൽ അമിട്ട് എഴുതില്ല കേട്ടാ. എന്താണ്? ഇല്ല ഇല്ല. കാന്താരി മുളകാണ്, പൂത്തിട്ടുണ്ട്. വെള്ള കളർ കാന്താരി ഉണ്ടല്ലോ, ഇതാണ് പൂത്തിട്ടുണ്ട്. ഞങ്ങള് ചോറ്റാനിക്കര അമ്പലത്തിൽ പോവുകയാണ്. അപ്പൊ ഇന്ന് ട്രാഫിക് കുറവായിരിക്കും, വീക്കെൻഡ് ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ട് ട്രാവല്. ഞങ്ങൾ അവിടെ പോയി ദീപാരാധന കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ പോയി തൊഴുതിട്ട് വരാം. ഞങ്ങൾ ചോറ്റാനിക്കര എത്തി, പക്ഷെ എത്തിയപ്പോഴത്തേക്ക് ലേറ്റായി. ട്രാഫിക് ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും പക്ഷെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു.
തിരക്കുണ്ടോ? ഞങ്ങള് വന്നപ്പോ ഇത്രയും തിരക്കില്ലായിരുന്നു. ഇപ്പം നല്ല ക്യൂ ആണ്, നല്ല തിരക്കുണ്ട്. കീഴ്ക്കാവ് അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കാവ് അമ്പലത്തിൽ നിന്ന് മേൽക്കാവിലോട്ട് പോവാണ്. കീഴ്ക്കാവ് അമ്പലത്തിൽ ഇപ്പൊ മേൽക്കാവ് അമ്പലം അടച്ചതിന് ശേഷം ഗുരുതി പൂജയുണ്ട്. അപ്പൊ ആൾക്കാരെല്ലാം അതിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. പഠിച്ചൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു, രാത്രിയിലെ ഫുഡ് കഴിച്ചു. അതിനുശേഷം വെബ് സീരീസ് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വരാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.